ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ചാപ്റ്റേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് കുറച്ച് സമയം കൊണ്ട് സെറ്റാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ പാഠഭാഗത്തിൻ്റെ സമ്മറി, സംഗ്രഹവും അതിൻ്റെ ചോദ്യോത്തരങ്ങളും സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അമ്മമ്മ എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു. പ്രായമെന്ന് പറയുന്നത് വെറും അക്കമായിട്ടും അല്ലെങ്കിൽ പുതിയ തലമുറയുടെ രുചികളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അമ്മമ്മയെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ടാകാറുണ്ട്. കാലഘട്ടത്തിൻ്റെ രുചികളെ, കാലഘട്ടത്തിൻ്റെ അഭിരുചികളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മാറി ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരമ്മമ്മയെ നമ്മൾ പരിചയപ്പെടുന്ന പാഠഭാഗമായിരുന്നു ഈ അമ്മമ്മ എന്ന് പറയുന്ന പാഠഭാഗം. നോക്കുക, ആരുടെ കൃതിയായിരുന്നു? എം മുകുന്ദൻ്റെ കൃതിയാണ്. മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് എം മുകുന്ദൻ. 1942 സെപ്റ്റംബർ 10 മയ്യഴിയിലാണ് ജനിച്ചത്. ആദ്യ സാഹിത്യ സൃഷ്ടിയായ ചെറുകഥ 1961 പ്രസിദ്ധീകരിക്കപ്പെട്ടു. മുകുന്ദൻ്റെ സൃഷ്ടികളിലുടനീളം ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടിപ്പുകളും കാണാം. ഇതുമൂലം അദ്ദേഹം മയ്യഴിയുടെ കഥാകാരൻ എന്ന നാമത്തിലും അറിയപ്പെടുന്നുണ്ട്. ആര്? നമ്മുടെ എം മുകുന്ദൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? മയ്യഴിയുടെ കഥാകാരൻ. അപ്പോൾ മയ്യഴി, മാഹി, തലശ്ശേരി മാഹി, ആ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? എം മുകുന്ദനാണ്. ഡൽഹി ഗാഥകൾ, 5.5 വയസ്സുള്ള കുട്ടി, ദിനോസറുകളുടെ കാലം, നദിയും തോണിയും, ഓട്ടോക്കാരൻ്റെ ഭാര്യ, മുകുന്ദൻ്റെ കഥകൾ, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, കേശവൻ്റെ വിലാപങ്ങൾ, ആവിലായിലെ സൂര്യോദയം, ആദിത്യനും രാധയും മറ്റു ചിലരും, നൃത്തം, പുലയപ്പാട്ട്, ദൈവത്തിൻ്റെ വികൃതികൾ, കുട നന്നാക്കുന്ന ചോയി, റഷ്യ, സാവിത്രിയുടെ അരഞ്ഞാണം, ദച്ചു അമ്മയും മക്കളും, ഇരുട്ട് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. സെറ്റാക്കിക്കൊള്ളുക. പാഠസംഗ്രഹത്തിലേക്ക് വരാം. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. എന്നാൽ പ്രായത്തെ വെറും അക്കങ്ങളായി മാത്രം കാണുകയും പുതുതലമുറയുടെ രുചികളെ, മാറ്റത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലൂടെ എം മുകുന്ദൻ വായനക്കാരെ വിസ്മയിപ്പിക്കുകയാണ് ഈ കഥയിൽ. അല്ലേ? പ്രായം എത്ര കൂടിയിട്ടും പുതിയ തലമുറയുടെ രുചികളെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്തൊരു അമ്മമ്മ. സാധാരണഗതിയിൽ വാർദ്ധക്യം എന്നാൽ തറവാടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നതോ അല്ലെങ്കിൽ പഴയകാല സ്മരണകളിൽ മാത്രം ജീവിക്കുന്നതോ ആയ ഒന്നായാണ് നാം കാണാറുള്ളത്. എന്നാൽ കൃപാകരൻ്റെ അമ്മമ്മ, ആരാണ്? കൃപാകരൻ്റെ അമ്മമ്മ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്. പല്ലില്ലാത്ത വായയും നരച്ച മുടിയും കയ്യിലൊരു വെറ്റില ചെല്ലവുമുള്ള ഈ 80കാരി പ്രായത്തെ തൻ്റെ ആധുനികമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് തോൽപ്പിക്കുന്നു. ലോകം മാറുന്നതിനനുസരിച്ച് താനും മാറണം എന്ന ബോധ്യം ആരിലുണ്ട്? അമ്മമ്മയിലുണ്ട്. അമ്മമ്മയുടെ തിരഞ്ഞെടുപ്പുകളാണ് ഏറെ വ്യത്യസ്തം. കൃപാകരൻ പടുത്തുയർത്തിയ പുതിയ വീട് കാണാൻ എത്തുന്ന അമ്മമ്മ അവിടെ തനിക്ക് വേണ്ടി ഒരുക്കിയ നാടൻ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ നൂഡിൽസും ചിക്കൻ ചില്ലിയും ആസ്വദിച്ച് കഴിക്കുന്നു. ഇത് കേവലം ഭക്ഷണത്തോടുള്ള താല്പര്യമല്ല, മറിച്ച് പുതിയ രുചികളെയും ശീലങ്ങളെയും ഉൾക്കൊള്ളാനുള്ള അവരുടെ മനസ്സിൻ്റെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. ഉച്ചയുറക്കത്തിന് പകരം സംഗീതം ആവശ്യപ്പെടുന്ന അവർ മകൻ നിർദ്ദേശിച്ച ഭക്തിഗാനങ്ങളെ നിരസിച്ചുകൊണ്ട് അബ്ബയുടെ ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കഥയിലെ അതിശയിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. തനിക്ക് ദുബായ് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവർ തുറന്നു പറയുമ്പോൾ കാലം മാറിയത് അറിയാതെ പോയത് അമ്മമ്മയല്ല, മറിച്ച് മാറ്റങ്ങളെ ഭയപ്പെടുന്ന മധ്യവയസ്കനായ കൃപാകരനാണെന്ന് വായനക്കാരന് ബോധ്യപ്പെടുന്നു. അമ്മമ്മ എന്ന കഥാപാത്രം കൃപാകരൻ എന്ന ആഖ്യാതാവിനെ മാത്രമല്ല വായനക്കാരെയും ഒരു വലിയ തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന കൃപാകരൻ തൻ്റെ പഴയ രീതികളിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ അമ്മമ്മ ഒരു വലിയ പാഠപുസ്തകമായി മാറുകയാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാംശീകരിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നത് എന്ന് അവർ തൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിക്കുന്നു. കഥയുടെ അവസാനം അമ്മമ്മയെ യാത്രയാക്കി മടങ്ങുന്ന കൃപാകരന് ലോകമാകെ മാറിയതായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു. വാർദ്ധക്യത്തെ പുതിയ വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്ന ഈ കഥ തലമുറകൾ തമ്മിലുള്ള അകലം കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് ലളിതമായിട്ട് പറഞ്ഞു തരുന്നു. ജനറേഷൻ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്തവൈബിൽ നിന്ന് മാറി പുതിയ തലമുറയുടെ ട്രെൻഡിലേക്ക് മാറുന്നൊരവസ്ഥയെ എം മുകുന്ദൻ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരുന്നു. സെറ്റാണല്ലോ. ഇതാണ് പാഠസംഗ്രഹം. ഇനി നോക്കുക മോനെ, ആ മിനി ഉരലിഞ്ഞെടുത്താട്ടെ. കൃപാകര,
നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മക്ക് കുറേശ്ശൊക്കെ ഇംഗ്ലീഷ് എല്ലാം അറിയാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണം. ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. ന്യൂ ട്രെൻഡ് അമ്മമ്മ, വൈബ് അമ്മമ്മയുടെ ഡയലോഗുകളാണ് ഇതൊക്കെ. മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കുക. എം മുകുന്ദൻ്റെ അമ്മമ്മ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രവും വാർദ്ധക്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത ധാരണകളെ തിരുത്തി കുറിക്കുന്ന ഒന്നാണ്. മിനി ഉരൽ എന്ന പ്രയോഗം തന്നെ അമ്മമ്മയുടെ പരിഷ്കൃതമായ ഭാഷാ ശൈലിയുടെ തുടക്കമാണ്. വെറ്റില ചതയ്ക്കുന്ന ഉരലിനെ പോലും ഇംഗ്ലീഷ് പദം ചേർത്ത് വിളിക്കുന്നത് മാറ്റങ്ങളെ അവർ എത്രത്തോളം സ്വാംശീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പുതിയ മാറ്റങ്ങൾ അവർ എത്രമാത്രം സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മിനി ഉരൽ എന്ന പ്രയോഗം. താൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പുതിയ കാലത്തിൻ്റെ അറിവുകൾ തനിക്ക് അന്യമല്ല എന്ന് അവർ അഭിമാനത്തോടെ വ്യക്തമാക്കുന്നുണ്ട്. അമ്മമ്മയുടെ നർമ്മബോധവും തുറന്നു പറയുന്ന സ്വഭാവവും കഥയിലുടനീളം പ്രകടമാണ്. കൃപാകരൻ മദിരാശിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായ് കാണണമെന്നാണ് അമ്മമ്മ പറയുന്നത്. സാധാരണഗതിയിൽ തീർത്ഥാടനങ്ങളെക്കുറിച്ചോ പുണ്യസ്ഥലങ്ങളെക്കുറിച്ചോ ആകുലപ്പെടേണ്ട പ്രായത്തിൽ ദുബായ് കാണണമെന്ന അവരുടെ ആഗ്രഹം വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. ചോറും സാമ്പാറും പ്രതീക്ഷിച്ചിരുന്ന കൃപാകരനെ ഞെട്ടിച്ചുകൊണ്ട് നൂഡിൽസും ചിക്കൻ ചില്ലിയും സോയാ സോസ് ചേർത്ത് കഴിക്കുന്ന അമ്മമ്മ പുതുതലമുറയുടെ രുചികളോടൊപ്പം സഞ്ചരിക്കാൻ താൻ പ്രാപ്തയാണെന്ന് കാണിച്ചിരുന്നു. ഉച്ച ഉറക്കത്തിന് പകരം സംഗീതം ആവശ്യപ്പെടുമ്പോഴും പരമ്പരാഗതമായ കീർത്തനങ്ങളെക്കാൾ അബ്ബയുടെ ഇംഗ്ലീഷ് പാട്ടുകളോടാണ് അവർക്ക് പ്രിയം. ഹണി ഹണി എന്ന പാട്ടിനൊപ്പം തലയാട്ടി രസിക്കുന്ന അമ്മമ്മ വാർദ്ധക്യത്തെ സന്തോഷകരവും ചടുലവുമാക്കാൻ ആധുനികമായ എന്തിനേയും സ്വീകരിക്കാൻ തയ്യാറാണ്. ചുരുക്കത്തിൽ മാറ്റങ്ങളെ ഭയപ്പെടുന്ന കൃപാകരനെ പോലുള്ള ഒരു സമൂഹത്തിനു മുന്നിൽ മാറ്റങ്ങളെ പുൽകുന്ന അമ്മമ്മ ഒരു അത്ഭുതമാണ്. ഒറ്റപ്പെടലിൻ്റെ വേദനകളില്ലാതെ ലോകത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന അമ്മമ്മ ആധുനിക സമൂഹത്തിന് ഒരു വലിയ വലിയ മുതൽക്കൂട്ടാണ്. സെറ്റ്. ഇനി നോക്കുക, അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ. അതായത് അമ്മമ്മക്ക് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. എങ്ങനെ എഴുതാം? സാധാരണഗതിയിൽ വാർദ്ധക്യമെന്നാൽ രോഗപീഠകളാലും കുറേ അസുഖം വന്ന് ഒറ്റപ്പെടലിനാലും പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാലും തളച്ചിടപ്പെട്ട ഒരു അവസ്ഥയായാണ് സാഹിത്യത്തിലും സമൂഹത്തിലും അടയാളപ്പെടുത്താറുള്ളത്. എന്നാൽ അമ്മമ്മ 80 വയസ്സ് കഴിഞ്ഞിട്ടും തൻ്റെ മനസ്സ് തളർന്നിട്ടില്ലെന്നും പുതിയ കാലത്തോട് സംവദിക്കാൻ താൻ തയ്യാറാണെന്നും പ്രവൃത്തിയിലൂടെ കാണിച്ചിരുന്നു. അമ്മമ്മയുടെ ഭക്ഷണ സംഗീത താല്പര്യങ്ങൾ അവരൊരു തികഞ്ഞ മോഡേൺ വ്യക്തിത്വമാണെന്നതിൻ്റെ സൂചന നൽകുന്നു. സാധാരണ വിളമ്പാറുള്ള ചോറും സാമ്പാറും അവഗണിച്ചുകൊണ്ട് നൂഡിൽസും ചിക്കൻ ചില്ലിയും തിരഞ്ഞെടുക്കുന്നതിലൂടെ പുതുതലമുറയുടെ രുചികളോടൊപ്പം സഞ്ചരിക്കാൻ താൻ പ്രാപ്തയാണെന്ന് അമ്മമ്മ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ MS സുബ്ബലക്ഷ്മിയുടെ ഭക്തിഗാനങ്ങൾ പ്രതീക്ഷിച്ച കൃപാകരനെ ഞെട്ടിച്ചുകൊണ്ട് അബ്ബയുടെ പാശ്ചാത്യ സംഗീതം ആവശ്യപ്പെടുന്നത് അവർ കാലത്തിനൊപ്പം എത്രത്തോളം സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അമ്മമ്മയുടെ ഭാഷാശൈലിയും ആഗ്രഹങ്ങളും അവരുടെ ആധുനികമായ കാഴ്ചപ്പാടിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു നാട്ടുമ്പുറത്തെ തറവാട്ടിൽ ജീവിച്ചിട്ടും മിനി ഉരൽ പോലുള്ള ഇംഗ്ലീഷ് കലർന്ന പ്രയോഗങ്ങൾ അവർ നടത്തുന്നത് ലോകത്തെ അറിയുന്നത് കൊണ്ടാണ്. മദിരാശി പോലുള്ള പരിമിതമായ ലക്ഷ്യങ്ങളല്ല, മറിച്ച് വിദേശ രാജ്യമായ ദുബായ് കാണണമെന്ന അവരുടെ ആഗ്രഹം അവരുടെ സ്വപ്നങ്ങളുടെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു. കഥയിലെ ആഖ്യാതാവായ കൃപാകരൻ മധ്യവയസ്കനാണെങ്കിലും ചിന്താഗതിയിൽ അമ്മമ്മയേക്കാൾ പഴമക്കാരനാണ്. ഒരു വീടുണ്ടാക്കാൻ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട കൃപാകരൻ പഴയ മൂല്യങ്ങളിലും ശീലങ്ങളിലും മുഴുകുമ്പോൾ അമ്മമ്മ ആ മാറ്റങ്ങളെ ലളിതമായി കാണുന്നു. 1.25 ലക്ഷം രൂപ എന്നത് വലിയൊരു തുകയായി കൃപാകരൻ കാണുമ്പോൾ അതത്ര വലിയ കാര്യമല്ല എന്ന് അമ്മമ്മ നിസ്സാരമായി പറയുന്നു. കൃപാകരൻ പഴയ മുരിങ്ങക്ക സാമ്പാറിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അമ്മമ്മ പുതിയ കാലത്തിൻ്റെ രുചികളിലേക്ക് യാത്ര ചെയ്യുന്നു. സെറ്റാണല്ലോ. ഇത്രയും സാധനം എന്ത് ചെയ്യുക? അമ്മമ്മ എന്ന കഥാപാത്ര നിരൂപണത്തിനകത്ത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ വാർദ്ധക്യം ഒരവസ്ഥയാണ്, ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. നോക്കുക, ബാല്യം, കൗമാരം, യൗവനം എന്നിവയിലൂടെ കടന്നു വരുന്ന സ്വാഭാവികമായൊരു ജീവിതഘട്ടമാണ് വാർദ്ധക്യം. ഇപ്പം നമ്മൾ ബാല്യത്തിലാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗമാരത്തിലെത്തും, അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? യൗവനത്തിലെത്തും, അത് കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തിച്ചേരും? വാർദ്ധക്യത്തിൽ എത്തിച്ചേരും. ഒരു വൃക്ഷം അതിൻ്റെ വളർച്ച പൂർത്തിയാക്കി തണലും
കനികളും നൽകുന്നത് പോലെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുമായി നിൽക്കുന്നവരാണ് നമ്മുടെ വയോജനങ്ങൾ. എന്നാൽ നിർഭാഗ്യവശാൽ ആധുനിക സമൂഹത്തിൽ വാർദ്ധക്യം എന്നത് പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായൊരു വസ്തുതയാണ്. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ മുത്തശ്ശന്മാർക്ക് ലഭിച്ചിരുന്ന ആദരവും സ്നേഹവും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. മികച്ച ജോലി തേടിയുള്ള യുവതലമുറയുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം മാതാപിതാക്കളെ വീടുകളിൽ ഒറ്റപ്പെടുത്തുന്നു. അല്ലെ, യുവതലമുറ മുഴുവൻ ഇപ്പോൾ വിദേശത്താണ് എന്ത് ചെയ്യുന്നത്, ജോലി വിദ്യാഭ്യാസം നടത്തുന്നത്. അപ്പോൾ വീട്ടിൽ ആരില്ലാത്ത അവസ്ഥ. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ശൈഥില്യവും പുതുതലമുറയുടെ സ്വാർത്ഥപരമായ കാഴ്ചപ്പാടുകളും പ്രായമായവരെ വഴിയോരങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. വാർദ്ധക്യകാലം ശാരീരികവും മാനസികവുമായ ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് ഏറ്റവും ആവശ്യം മികച്ച ആരോഗ്യ പരിചരണവും പോഷകാഹാരവുമാണ്. പ്രായമാകുമ്പോൾ പിടിപെടുന്ന രോഗങ്ങൾ ശാരീരികമായി തളർത്തുന്നുണ്ടാകാം. എന്നാൽ അതിലും വലുതാണ് അവരെ വേട്ടയാടുന്ന മാനസികമായ ഒറ്റപ്പെടൽ. അവരോട് അല്പനേരം സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനും തയ്യാറാകുന്ന മക്കളും പേരമക്കളും ഉണ്ടെങ്കിൽ അത് അവർക്ക് നൽകുന്ന ഉന്മേഷം മരുന്നുകളേക്കാൾ വലുതാണ്. വയോജനങ്ങൾ എന്നത് അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വലിയൊരു ശേഖരമാണ്. ആ അനുഭവ സമ്പത്ത് വരും തലമുറക്ക് പകർന്നു നൽകാൻ പാകത്തിൽ അവരെ കുടുംബത്തിൻ്റെ ഭാഗമായി നിലനിർത്തണം. ചുരുക്കത്തിൽ വാർദ്ധക്യം എന്നതൊരു ശാപമല്ല, മറിച്ച് ആദരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയവർ അസ്തമയകാലത്ത് തണല് തേടി അലയേണ്ടി വരുന്നത് മാനവികതയ്ക്ക് നിരക്കാത്തതാണ്. വയോജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും അവർക്ക് സുരക്ഷിത ബോധം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുക്കണം. സെറ്റായല്ലോ? ഉപന്യാസം, കഥാപാത്ര നിരൂപണം, വിശകലനം, 3 ചോദ്യങ്ങളാണ് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പാഠഭാഗം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം സെറ്റാക്കി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.